ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? ഇത് നാം പഠിച്ചു മനസ്സിലാക്കൽ അനിവാര്യമാണ്. കാരണം നമുക്കാർക്കും പറയുക സാധ്യമല്ല ദജ്ജാലിനെ നാം കണ്ടുമുട്ടുകയില്ലെന്ന്. നമ്മളുടെയൊക്കെ കാലം കഴിഞ്ഞിട്ടേ ദജ്ജാൽ വരൂ എന്ന് പറയാൻ നമുക്ക് സാധ്യമാകാത്ത വിധമാണ് ലോകത്ത് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും പ്രഥമമായതും നാം വിശ്വാസികളായി മാറുക എന്നുള്ളതാണ്. സത്യവിശ്വാസം സ്വീകരിക്കുക. സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈമാൻ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ഏകനായ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുകയും അവനിൽ മറ്റാരെയും പങ്കു ചേർക്കാതിരിക്കുകയും പരിശുദ്ധ ഖുർആനിലൂടെയും സ്വഹീഹായ ഹദീസുകളിലൂടെയും പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള വിശ്വാസകാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസിയായി തീരുക എന്നതാണ് ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രഥമമായ മാർഗം. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദജ്ജാലിൻ്റെ 2 കണ്ണുകൾക്കിടയിലും കാഫിർ എന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടാകും. പ്രവാചകൻ പറഞ്ഞു, യഖറഉഹു കുല്ലു മുഅ്മിൻ കാതിബുൻ വഗൈറു കാതിബ്. എല്ലാ വിശ്വാസികളും അത് വായിക്കും. എഴുതാൻ അറിയുന്നവനും എഴുതാൻ അറിയാത്തവനുമായ മുഴുവൻ വിശ്വാസികൾക്കും അത് വായിക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ പ്രവാചകൻ കൃത്യമായി പറഞ്ഞു, കുല്ലു മുഅ്മിൻ, ഈമാനുള്ളവർക്കത് വായിക്കാൻ കഴിയും, മുഅ്മിനുകൾക്കത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നാം ഈമാൻ ഉള്ള ആളുകളാവുക. എന്താണ് ഈമാൻ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് അത് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുക. ഇതാണ് ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിൽ ഏറ്റവും പ്രഥമമായത്. രണ്ടാമത്തത് ശരിയായ ഇൽമാണ്. ശരിയായ ഇൽമ് നേടുക. പ്രത്യേകിച്ചും ദജ്ജാലിനെ സംബന്ധിച്ച് അവൻ്റെ രൂപവും അവൻ്റെ സ്വഭാവവും അവൻ്റെ പരീക്ഷണങ്ങളും എല്ലാം പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം സത്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് പഠിച്ചെങ്കിലേ നമുക്ക് ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചു, ദജ്ജാലിൻ്റെ പരീക്ഷണങ്ങളിലൊന്ന്, മുസ്ലിമായ ഒരു യുവാവിനെ അവൻ വിളിക്കും. ആ യുവാവ് ദജ്ജാലിനോട് പറയും. എന്താണ് പറയുന്നത്? അഷ്ഹദു അന്നക ദജ്ജാൽ അല്ലദീ ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നീ ദജ്ജാലാണ്. എങ്ങനെയാണ് ആ വ്യക്തിക്കത് പറയാൻ സാധിച്ചത്? അല്ലദീ ഹദ്ദസനാ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവൻ്റെ വർത്തമാനം. അപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച ഹദീസുകളിൽ, പ്രവാചകൻ പഠിപ്പിച്ച വിജ്ഞാനങ്ങളിലുള്ള അറിവുള്ള ആളുകൾക്കാണ് അവൻ ദജ്ജാലാണ് എന്ന് ബോധ്യപ്പെടുകയും അവൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ദജ്ജാലിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗമാണ് പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ ദജ്ജാലിനെ മനസ്സിലാക്കുക എന്നത്. മൂന്നാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചും അവൻ്റെ അസ്മാഇകളെ സംബന്ധിച്ചും അവൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ചും കൃത്യമായി മനസ്സിലാക്കലാണ്. കാരണം ദജ്ജാലിനെക്കുറിച്ച് പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറയുന്നുണ്ട്, ഇന്നഹു അഅ്വർ, അവൻ കണ്ണിന് ന്യൂനതയുള്ളവനാണ്, അവൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അറിയണം, ഇന്നല്ലാഹ ലൈസ ബിഅഅ്വർ, അള്ളാഹു ഒരിക്കലും കണ്ണുകൾക്ക് ന്യൂനതയുള്ളവനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. ഇപ്രകാരം പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ആളുകൾക്കേ തീർച്ചയായും ദജ്ജാൽ വന്നുകൊണ്ട് ഞാനാകുന്നു അള്ളാഹു, ഞാനാകുന്നു റബ്ബ് എന്ന് പറയുകയും മഴ വർഷിപ്പിക്കുകയും സസ്യലതാദികളെ മുളപ്പിക്കുകയും പലരെയും മരിപ്പിച്ച് അവർക്ക് ജീവിതം നൽകുകയും ഒക്കെ ചെയ്യുമ്പോൾ താങ്കൾ തന്നെയാണ് അള്ളാഹു ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ ദജ്ജാലിൽ വിശ്വസിക്കുന്നൊരവസ്ഥയുണ്ടാകും. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലാ തുദ്രികുഹുൽ അബ്സാർ, കണ്ണുകൾക്ക് അള്ളാഹുവിനെ കണ്ടെത്തുക സാധ്യമല്ല. വഹുവ യുദ്രികുൽ അബ്സാർ, എന്നാൽ അവൻ കണ്ണുകളെ കണ്ടെത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ വെച്ച് ഒരിക്കലും അള്ളാഹുവിനെ കാണുകയില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ദജ്ജാൽ വന്നിട്ട് ഞാനാകുന്നു അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് കളവാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഈ ദുനിയാവിൽ വെച്ച് കാണുക സാധ്യമല്ല. പരലോകത്ത് അതിനുള്ള അവസരമുണ്ടാകും എന്നത് മറ്റൊരു കാര്യമാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഭക്ഷണം ആവശ്യമില്ലാത്തവനാണ്. അള്ളാഹുവിന് വെള്ളം ആവശ്യമില്ല, അവന് ഭക്ഷണം ആവശ്യമില്ല. എന്നാൽ ദജ്ജാൽ ഇവിടെ വന്നാൽ അവൻ വെള്ളം കുടിക്കുകയും അവൻ ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്യും. തീർച്ചയായും അത് മറ്റുള്ളവർക്ക് കാണുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് കൃത്യമായ ആ ധാരണയുണ്ടെങ്കിൽ ദജ്ജാൽ കള്ളനാണെന്നും അവൻ പറയുന്നത് കളവാണെന്നും വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്.